എല്ലാവർക്കും നമസ്കാരം. അലോവേര നമുക്ക് വീടിനകത്തും പുറത്തും എങ്ങനെ പെട്ടെന്ന് നട്ടുപിടിപ്പിക്കാം, അതുപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. നമ്മളുണ്ടല്ലോ അലോവേര വെച്ചിട്ട് എങ്ങനെ ഓയിൽ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബറുടെ ഒരു സംശയത്തിന് മറുപടി പറയാം. അദ്ദേഹത്തിന് എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അലോവേരയുടെ അടിയിലത്തെ തണ്ടുകളൊക്കെ കറുപ്പ് കളറാവണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ, എൻ്റെ അലോവേരയുടെ അത് തണ്ട് കറുത്തിട്ടിരിക്കുന്നുണ്ട്. അത് ഒത്തിരി മൂത്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെ അതിൻ്റെ ഇല പൊഴിയാനുള്ള ഒരു സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ജെല്ലൊക്കെ യാതൊരു കുഴപ്പമില്ല, അതിൻ്റെ പുറം മാത്രമാണ് കറുപ്പുള്ളൂ. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം, അന്നേരം നമുക്കിത് മനസ്സിലാവും. അലോവേരയിൽ നിന്ന് എങ്ങനെ അലോവേര ജെല്ലെടുക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ വിശദമായിട്ട് പറയേണ്ട എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മളിത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ വരുന്ന ഒരു പശ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിരിക്കണം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലത്തെ മുള്ള് ചെത്തി കളഞ്ഞിട്ട് നമ്മൾ അതിൽ നിന്ന് ജെല്ലെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ കണ്ടല്ലോ, നമ്മുടെ ജെല്ലിന് യാതൊരു കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലത്തെ പഴുപ്പൊക്കെ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ പുറമെ മാത്രമാണ് കളർ വന്നിട്ടുള്ളൂ. അതങ്ങനെ എന്താ പറയുക, മൂപ്പ് കൂടിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് സുഖമായിട്ട് എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അലോവേര ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് അലോവേര കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഓയിലിനായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തൊലിയും അതുപോലെ തന്നെ മുള്ളൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഓയിലാക്കിയതിന് ശേഷം നമ്മൾ അരിച്ചു മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒത്തിരി നന്നായിട്ട് അരയണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അലോവേര അങ്ങനെ ജസ്റ്റ് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതായത് നമ്മൾ ഈ അടിച്ചെടുത്ത അലോവേര എത്രയുണ്ട് അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട്. അതായത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ ഇത് എത്രമാത്രം ഉണ്ട് അതിൻ്റെ ആ അളവിൽ തന്നെ 2 പാത്രം വെളിച്ചെണ്ണയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് കാച്ചിയെടുക്കണത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ പാത്രം എടുക്കുന്നുണ്ട്, അതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് കാച്ചിയെടുക്കുന്നത്. നമ്മളിതിന് മുന്നേ മുട്ടുവേദനയും മറ്റും മാറാനായിട്ട് ഒരു തൈലം കാച്ചിയിരുന്നു. അത് ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായി എന്നറിഞ്ഞാൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് ഇതും നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കാം. നമ്മുടെ ഈ ബൗളിൻ്റെ അളവിന് എത്ര മാത്രമാണ് നമുക്ക് അരച്ചിട്ടുള്ള അലോവേര കിട്ടിയത് അതിൻ്റെ ഇരട്ടി വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിലോട്ട് മാറ്റാം. നമ്മളിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റേണ്ടതാണ്. മിക്ക സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആഡ് ചെയ്യണ അലോവേരയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. എങ്കിലും ജസ്റ്റ് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. വയറിൻ്റെ ആരോഗ്യ പ്രശ്നത്തിനും അതുപോലെ തന്നെ മലബന്ധം മാറ്റാനും അലോവേര നമുക്ക് ഒത്തിരി ഉപകാരമാണ്. അത് അലോവേര ജ്യൂസായിട്ടും അതുപോലെ തന്നെ ഈ ഓയിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ അലോവേരയുടെ ഓയിൽ ഉണ്ടല്ലോ, നമുക്ക് മസാജിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ മസാജിങ്ങിന് ഉപയോഗിക്കുന്നത് മൂലം ബോഡി റിലാക്സ് ആക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓയിൽ സ്മൂത്ത് സ്കിന്നാക്കും. അതുകൊണ്ട് നമുക്ക് സ്കിൻ ക്യാൻസർ വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. മാത്രമല്ല കേട്ടോ, അലോവേരയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് വൻകുടലിൽ വരുന്ന ക്യാൻസർ തടയാനായിട്ടും സഹായിക്കും. അലോവേര ബോഡിയിലെ ഷുഗറിൻ്റെ ലെവൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ അലോവേരയ്ക്ക് ഉണ്ടല്ലോ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അലോവേര ഉപയോഗിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മുടെ അലോവേരയുടെ ഓയിൽ അങ്ങനെ കറക്റ്റായി തുടങ്ങി. ഇത് ഒത്തിരി മൂക്കണ്ട കേട്ടോ, അത് ചെറുതായിട്ടൊന്ന് മൂത്ത മണം വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടിലിരുന്നിട്ടും ഇത് നന്നായിട്ട് കറക്റ്റായി കിട്ടും. അപ്പം ഇത് കറക്റ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അതിനുശേഷം 1 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ ചൂട് കൊണ്ട് ഇതൊന്നും കൂടെ മൂത്ത് കറക്റ്റാവും. അതിനുശേഷം നമുക്കിത് അരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. മുടി വളരാനായിട്ട് ഒത്തിരി സഹായിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നിനും അലോവേര ഒത്തിരി സഹായമാണ്. അതായത് നമുക്ക് സൂര്യാഘാതത്തിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അലോവേര നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല, നമുക്ക് പൊള്ളിയ ഭാഗത്തൊക്കെ ഇത് പരട്ടി കഴിഞ്ഞാൽ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതുപോലെ തന്നെ
പൊള്ളിയ പാടുകൾ, അതുപോലെ കുരു മറ്റൊക്കെ ഉണ്ടായിട്ടുള്ള പാടുകളൊക്കെ പോകാനായിട്ട് നമുക്ക് അലോവേര ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ അലോവേര ഒത്തിരി ഉപകാരമുള്ളതാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇനി നിങ്ങളുടെ അടുത്ത് എനിക്കൊരു സങ്കടം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി പേര് പയർ വിത്തും അതുപോലെ തന്നെ വെണ്ട വിത്തും ആവശ്യപ്പെട്ടിരുന്നു. ഒരുപാട് പേർക്ക് നമ്മൾ അത് അയച്ചു കൊടുത്തിരുന്നു. അതിപ്പോൾ ഞാനല്ലാട്ടോ, എൻ്റെ ഭർത്താവ് കടയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹമാണ് രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ വിത്തൊക്കെ പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് വിടാറുള്ളത്. പക്ഷേ കുറച്ച് പേര് മാത്രമാണ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മളൊരു 500 പേർക്ക് അടുത്ത് നമ്മളിത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിത്ത് കിട്ടിയവർ ദയവായിട്ട് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മാത്രമല്ല, നമ്മളുടെ ചാനലിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് ഒന്ന് കയറേണ്ടതാണ്. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.